ഇന്റർഗലാക്റ്റിക് പോർട്ടൽ ക്ലോസ് ആയി നശിക്കപ്പെടുന്നതിനു മുന്നേ ഒരു ചെറിയ ഭാഗം സിംബിയോട്ട് ഓസ്കോർപ്പിൽ വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് പീറ്റർ പാർക്കറിന്റെ അപ്പാർട്ട്മെന്റിൽ ഇന്റേൺഷിപ്പ് ഒക്കെ നല്ലതായിരുന്നുവെന്നും തന്നെ ഒരു ഹീറോ ആക്കി മാറ്റിയത് നോർമൻ ഓസ്ബോൺ ആയിരുന്നുവെന്നും എന്നാൽ ഇന്ന് അദ്ദേഹത്തെ താൻ വിശ്വസിക്കുന്നില്ലെന്നും ആരോടും പറയാത്ത നിഗൂഢമായ രഹസ്യങ്ങൾ നോർമൻ ഓസ്ബോൺ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ താൻ ഇനി ഓസ്കോർപ്പിൽ ഇന്റേണായി വർക്ക് ചെയ്യില്ലെന്നും നോർമൻ ഓസ്ബോണിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്നും പീറ്റർ പാർക്കർ ഹാരി ഓസ്ബോണോടും നീക്കോ മിനോറുവിനോടും പറയുന്നു. ഇതെല്ലാം കേട്ട നീക്കോ മിനോറു ഒരു തമാശയ്ക്ക് നിന്റെ അച്ഛനായ നോർമൻ ഓസ്ബോണെ പോലെ നിനക്കും സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിക്കൂടെ എന്ന് ഹാരി ഓസ്ബോണോട് ചോദിക്കുമ്പോഴാണ് അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ഹാരി ഓസ്ബോൺ ചിന്തിക്കുന്നത്. ഇന്റർനെറ്റ് വഴി ഒരുപാട് വലിയ വലിയ ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഹാരി ഓസ്ബോൺ സാധിച്ചിട്ടുണ്ട്. പീറ്റർ പാർക്കറിനെ പോലെ ജീനിയസ് ആയിട്ടുള്ള യുവാക്കളെ കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കാനും ഹാരി ഓസ്ബോൺ വെബ് അഥവാ വേൾഡ് വൈഡ് എഞ്ചിനീയറിംഗ് ബ്രിഗേഡ് എന്ന കമ്പനി തുടങ്ങുന്നു. പിന്നീട് പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോയി കാണുകയും ഓസ്കോർപ്പിൽ നടന്ന ടൈം ട്രാവലിനെ പറ്റിയുമൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഡോക്ടർ സ്ട്രേഞ്ച് അബദ്ധവശാൽ ടൈം ട്രാവൽ ചെയ്തതുകൊണ്ടാണ് താൻ സ്പൈഡർമാനായി മാറിയതെന്നും എന്തിനേയും നേരിടാൻ താൻ ഇനി തയ്യാറാണെന്നും സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുന്നു. സ്പൈഡർമാന് ആത്മവിശ്വാസം നൽകിയിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി മറ്റെവിടേക്കോ പോകുന്നു.